മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണ് ഭയങ്കര അർജന്റാന്ന് തോന്നും, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു ഫ്രണ്ട് വന്ന് നമ്മളോട് ചോദിക്കുകയാണ് സില്ലി ആയിട്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റുമോ, നമ്മൾ ഡീപ്പായിട്ടുള്ളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വന്നിട്ട് എന്നെ ഇതിലൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത്. വളരെ അർജൻറ്റായിട്ടാണ് അവർ നമുക്ക് കിക്ക് ചെയ്യുക, പക്ഷെ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓവർ റിസർച്ചിങ്. 10 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി 4 മണിക്കൂർ ഓൺലൈനിൽ റിസർച്ച് ചെയ്യുക. അടുത്തൊരു എക്സാമ്പിൾ എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡീപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോ ആരെങ്കിലും ലൈക്ക് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരും. ആ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ ബസ് ചെയ്തുകൊണ്ടിരിക്കും, ശബ്ദം വന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര അർജന്റ് ആയിട്ട് നോക്കും, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണോ? അല്ല, അത് അവിടെ തന്നെ ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, ഈ വർക്കിന്റെ ഇടയിൽ നിന്ന് ആ നോട്ടിഫിക്കേഷൻ നോക്കാൻ വേണ്ടി കയറും, പിന്നെ ഒരു 2 മണിക്കൂർ ആ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഇതിലേക്ക് വരുള്ളൂ. സോ നമ്മൾ ആക്ച്വലി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യണം. Q4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞതുപോലെ അർജന്റും അല്ല ഇമ്പോർട്ടന്റും അല്ല, പക്ഷെ നമ്മൾ ഇതിനെ തലയിൽ കയറ്റി വയ്ക്കും, ഗോസിപ്പ് ചെയ്യാം. ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ്. ഞാനും നീയും കൂടെ നമുക്ക് 2 പേർക്കും അറിവുള്ള വേറൊരാളെ പറ്റി ഇവിടെ ഇരുന്ന് ഗോസിപ്പ് ചെയ്തുകൊണ്ട് എന്ത് തേങ്ങ കിട്ടാൻ പോകുന്നത്? ഒരു മാങ്ങാത്തിലും കിട്ടാൻ പോകുന്നില്ല അവരെ ഗോസിപ്പ് ചെയ്തുകൊണ്ട്.